സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുവാൻ പോകുന്ന മണ്ഡലങ്ങൾ പാറശാല, കാട്ടാക്കട. നമുക്ക് പാറശാലയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. പാറശാലയിലെ LDF സ്ഥാനാർത്ഥി CK ഹരീന്ദ്രൻ, UDF സ്ഥാനാർത്ഥി നെയ്യാറ്റിൻകര സനൽ, NDA സ്ഥാനാർത്ഥി ഗിരീഷ് നെയ്യാർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CK ഹരീന്ദ്രൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് പാറശാല. ഏകദേശം 48% വോട്ട് വിഹിതമാണ് അദ്ദേഹം അന്നവിടെ നേടിയത്. നിലവിലത്തെ വോട്ടിംഗ് സാഹചര്യത്തിൽ ഓരോ മുന്നണികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ വോട്ടർമാർ ഓരോ സ്ഥാനാർത്ഥികളെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാഠവും, ഈ 4 ഘടകങ്ങളിലും ഒന്നാം സ്ഥാനം പാറശാലയിലെ വോട്ടർമാർ കൊടുക്കുന്നത് LDFനാണ്. പ്രാദേശിക വികസനത്തിൽ UDF 2ാം സ്ഥാനത്തും യുവജന പിന്തുണയിൽ NDA 2ാം സ്ഥാനത്തുമാണ്. വോട്ടർമാരുടെ പിന്തുണയിൽ വീണ്ടും UDF ആണ് 2ാം സ്ഥാനത്ത്, നേതൃപാഠത്തിൽ വീണ്ടും NDA 2ാം സ്ഥാനത്താണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തുമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും സെമിയോട്ടിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അപഗ്രഥിച്ചുകൊണ്ട് നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ പാറശാല മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന് നോക്കാം. സെമിയോട്ടിക്ക 7 നമുക്കായി പ്രവചിക്കുന്നു. ഇവിടെ LDFന് വ്യക്തമായ ഒരു മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പറയുന്നത്. ഏകദേശം 43.5% വോട്ട് വിഹിതം CK ഹരീന്ദ്രൻ നേടും എന്നാണ് സെമിയോട്ടിക്കയുടെ പ്രവചനം. UDF സ്ഥാനാർത്ഥിക്ക് 37%, NDA സ്ഥാനാർത്ഥിക്ക് 19.36% വോട്ട് വീതം ലഭിക്കുമെന്നും സെമിയോട്ടിക്കയെ പ്രവചിക്കുകയാണ്. ഇനി നമുക്ക് കാട്ടാക്കട മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി IB സതീഷ്, UDF സ്ഥാനാർത്ഥി MR ബൈജു, NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ IB സതീഷ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ് കാട്ടാക്കട. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളെ കാട്ടാക്കടയിലെ വോട്ടർമാർ എങ്ങനെ ഓരോ മുന്നണികളെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് LDFനാണ് 1ാം സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നത്. UDF ഈ ഘടകത്തിൽ 2ാം സ്ഥാനത്താണ്. യുവജന പിന്തുണയിൽ NDA ആണ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് LDF. വോട്ടർമാരിലെ വിശ്വാസ്യതയിലും നേതൃപാഠവത്തിലും LDF 1ാം സ്ഥാനത്താണ്, NDA 2ാം സ്ഥാനത്ത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാം സ്ഥാനത്താണ്, LDF 2ാം സ്ഥാനത്ത്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സമഗ്രമായി സെമിയോട്ടിക്ക അപഗ്രഥിക്കുകയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി കാട്ടാക്കട നിയമസഭാ മണ്ഡലം ആര് നേടും എന്ന് നമുക്ക് നോക്കാം. സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് IB സതീഷ് LDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഈ മണ്ഡലം നേടുമെന്നുള്ളതാണ്. NDA സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത്, ഏകദേശം 29% വോട്ട് വീതമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 27% വോട്ട് വീതവും. മറ്റൊരു മണ്ഡലവുമായി വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതും വരെ നന്ദി, നമസ്കാരം.